നോമ്പുള്ള ദിവസം പണിയും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും. അപ്പോൾ ചേട്ടൻ്റെ പണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പണിക്ക് കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇന്നലെ വീട്ടിനുള്ളിൽ ഇരുത്തിയ കാരണമാണോ എന്നറിയില്ല, ഇന്ന് വർക്കിൻ്റെ ഭാഗമായിട്ട് എന്നെയും കൊണ്ട് പോകുന്നുണ്ട്. കുറേ പേര് ചോദിച്ചു എന്താണ് വർക്ക് എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർലോക്കിൻ്റെ വർക്കാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ റിനോവേഷൻ വർക്ക് അങ്ങനത്തെ വർക്കുകളൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെയാണ് വർക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ടൈല് നോക്കാനായിട്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെർട്ടിക്കുലർ ഷെയ്ഡിലുള്ള കളറായ കാരണം കൊണ്ട് നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫൈനലി നമ്മൾ അത് മേടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എന്നെ കൂടെ ഒന്ന് എടുത്തു. ഇന്ന് ഷിട്ടൊന്നും എടുത്തില്ല. എന്താ പറയുക, നമ്മളിന്ന് കാറ് മാറ്റി ടൈലെടുക്കണ കാരണം കൊണ്ട് എസിനാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഷിട്ടൂനെ എടുക്കാൻ പറ്റില്ലല്ലോ. അവളവിടെ അവൾക്ക് ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടാണ് പോന്നേക്കണത്. ഇനി തിരിച്ചു വരുമ്പോൾ എന്താവോ എന്തോ. അപ്പം ഇന്ന് എൻ്റെ രണ്ടാമത്തെ ദിവസത്തെ നോമ്പാണ് കേട്ടോ. ഇന്ന് എനിക്കിപ്പോൾ പുലർച്ചെ ആയപ്പോഴത്തേനും ഞാൻ എന്താ പറയുക, ഒരു 4:15 ആയപ്പോൾ എന്നെ തട്ടി വിളിച്ച് എണീപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു പോയി പോയി എന്തെങ്കിലും കഴിക്കലെങ്കിൽ വിശക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചായ വെച്ച് കുടിച്ചു. എന്നാലും പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വിശന്നു സത്യം പറഞ്ഞാൽ. പിന്നെ പാരു അന്നേരമൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ 7 മണിയായപ്പോഴത്തേനും പാരു എൻ്റെ അടുത്ത് ഉറങ്ങാൻ പറഞ്ഞത്. ഞാൻ 10 മണിയായിട്ട് എണീറ്റത്. 10 മണിയായിട്ട് എണീറ്റ് അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, വായോ നമുക്ക് പോവാം, ഇന്ന് നീ വായോ എൻ്റെ കൂടെ, തന്നെ പോണില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാരു മിക്കപ്പോഴും അങ്ങനെയാണ്, എന്തെങ്കിലും എന്നെ കൊണ്ടുപോകണ കാര്യത്തിലൊക്കെ പെട്ടെന്നായിരിക്കും ഡിസിഷൻസ് എടുക്കുക. അന്ന് വേഗം റെഡിയാവാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം റെഡിയായി പോന്നു. ഇപ്പം നമ്മളിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. കാശ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ബാങ്കിൽ കയറാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ പോസ്റ്റായത്. അങ്ങനെ പരുവിന് ATM കാർഡ് കിട്ടിയിരിക്കുന്നു വളരെ കാലങ്ങൾക്ക് ശേഷം. അല്ല പരു, ഞാൻ നീയാണോ ഇവിടെ ഉള്ളത് ഫ്രണ്ടിൽ? ഞങ്ങളുടെ ഇടയിൽ വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു ടോക്കാണ് കേട്ടോ ഈ ഒരു നിസ്കാരത്തെ പറ്റി. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറയുള്ളൂ, അല്ലാണ്ടൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തരാറില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചാലക്കുടിയിലേക്ക് ഇൻ്റർലോക്കിൻ്റെ പോളിഷ് വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ, ഒരു പെയിൻറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. കട്ടായം അടിക്കുന്ന പോളിഷ് അത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാൻ ഞാൻ മുന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നേരത്തെ നമ്മളൊരു വീട് കണ്ടില്ലേ, അതാണ് ആക്ച്വലി വർക്ക് വരുന്നത്. അപ്പോൾ ആ കട്ടയമ്മ നമ്മൾ ഇങ്ങനെ പോളിഷ് അടിക്കുന്നത്. അപ്പോൾ അത് വാങ്ങാൻ വന്നേക്കാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൈലെടുക്കാൻ പോകാൻ. സാധാരണ രീതിയിൽ എന്നെ കൊണ്ടുപോകാറൊന്നുമില്ല, എന്താണെന്നറിയില്ല, ഇന്നലെ കലിപ്പിട്ട കാരണമായിരിക്കും ചിലപ്പോൾ. അവിടെ നിന്ന് നേരെ പോളിഷൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഏസ് എടുക്കാൻ പോകണം. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. കിടക്കുന്ന ഏസിനാണ് നമ്മൾ പോകാൻ പോണത്. അല്ല ഒരു പാരുവിൻ്റെ കൂടെ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായാലും എനിക്കിഷ്ടമാണ്. പാരുവിൻ്റെ അടുത്തുണ്ടായാൽ മാത്രം മതി. ഞാൻ മുന്നും പറയാറുള്ളതാണ്. അത് കാരണം കൊണ്ട് എന്ത് വേദന സഹിച്ചിട്ടായാലും ഞാൻ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഒന്നും ഇല്ലല്ലോ, അപ്പം തലവേദന കൂടണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. പോവാടാ അല്ലേ, നമ്മൾ ഭരണി കാണാൻ പോവല്ലേ വരൂ, വേണമെങ്കിൽ ഒക്കെ തെറുപ്പിക്കട്ടെ. ആക്ച്വലി ഞാൻ മുന്നും പാരുവിൻ്റെ കൂടെ ഇങ്ങനെ പോവാറുണ്ട്. പാരു ഡ്രൈവർ ആയിരുന്ന സമയത്ത് പോവാറുണ്ട് കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ കൂടെ ഇങ്ങനെ വളവളാഞ്ച് സംസാരിച്ചുകൊണ്ട് പോകാനായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ നിന്ന് ടൈലെടുക്കാനുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ടൈലെടുക്കാൻ വന്നാലും അത് എനിക്ക് ഉറക്കം വരും. ഇപ്പോൾ സമയം 2 മണി. വീട്ടിലാണെങ്കിൽ ഞാൻ ഉറങ്ങാറൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. നോമ്പ് പിടിച്ചിട്ട് ഉറങ്ങാൻ പാടില്ല എന്നാണ്. അവിടെ നിന്ന് ബില്ലടിച്ച് കഴിഞ്ഞിട്ട് ഗോഡൗണിലെത്തി. അപ്പം നമ്മൾ ടൈലെടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ആരുമില്ല. അപ്പം ഞാൻ പാരുവിൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ പാരു ഇച്ചിരി ബിസിയിലായിരുന്നു. അത് കാരണം കൊണ്ട് ആളധികം സംസാരിച്ചില്ല കേട്ടോ. ഈ തിരിയണ സാധനം എന്തിട്ടിനാടാ? ഇങ്ങനെ എൻ്റെ കുറേ നാളത്തെ സംശയമായിരുന്നു, തീർന്നു കിട്ടി.
അവിടെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ ടൈലെടുത്ത് പോകുന്നത്. പണ്ടൊക്കെ ഞാൻ ടൈലെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കട്ട കമ്പനിയിൽ നിന്ന് ഇന്റർലോക്കിൻ്റെ ഒരു 40 കട്ട എടുത്തായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ 4:30 സമയത്ത് ഇനി വീട്ടിലെത്തിയിട്ട് നോമ്പ് തുറക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വീണ്ടും മാളയിലേക്ക് പോവാണ്. അവിടെ നിന്ന് കുറച്ച് ടൈൽസും കൂടി എടുക്കാനുണ്ടായിരുന്നു. ആക്ച്വലി ടൈൽസ് അല്ല, ടൈൽസ് ഒട്ടിക്കാനുള്ള ബാക്കി സാധനം. സ്റ്റിക്കൊന്നും പോയിട്ടില്ല വരും. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബാക്കി ഐറ്റംസ് എല്ലാം എടുത്തത്. ഇതൊക്കെ പണ്ടേ അറിയാവുന്ന ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. ശരിക്കും ഇന്ന് ഒരു പണി എടുക്കാണ്ടിരുന്നിട്ട് വയ്യാണ്ടായി. ഇവിടെയാണ് അമ്പലല്ലേ? സോറിടാ, കണ്ണൊന്നും കാണല്ലേ ഗൈസ്. പാലിന് നടുവൊക്കെ വയ്യാണ്ടായി. പാലിന് പുറത്ത് മസിൽ പിടിച്ച് വയ്യാണ്ടായിരിക്കുന്നു. തലവേനുണ്ട്, മേലുവേനുണ്ട്, നല്ല ദാഹമുണ്ട്. പണ്ടത്തെ വീട്ടിൽ നോമ്പ് പിടിക്കാൻ പോലെ അല്ല. പണിക്കിറങ്ങിയത് നോമ്പ് പിടിക്കുമ്പോ ഈ സംസാരിക്കുന്നത് പോലും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഞങ്ങളങ്ങനെ വീണ്ടും തിരിച്ച് ഇവിടേക്ക് എത്തി. പക്ഷേ വണ്ടി ഇതിൽ ലോഡൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഈ ലോഡും കൊണ്ട് പോവാണ്. വണ്ടി എടുക്കാൻ ആരെങ്കിലും വരുമായിരിക്കും അല്ലേ? ഷീറ്റിൻ്റെ അടുത്തേക്ക് എത്തി പോലെ ഷിറ്റ് ചിലപ്പോൾ പ്രതിഷേധം ചെയ്തേക്കും. ഡോറ് തുറന്നു വരുമ്പോൾ അവളെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പഞ്ചാര വാക്കുകളും പിന്നെ കുറച്ച് നേരം എടുത്തു കഴിഞ്ഞാൽ ആൾ സെറ്റ് ആയിട്ടാവും. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാര് പോയി. അപ്പോൾ ഇടയിൽ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തൻ, മറ്റേ കൈതച്ചക്ക, ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കണതിന് മുന്നായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞു, പിന്നെ ഡേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചു, നോമ്പ് തുറന്നു. ഇത്രയൊക്കെയാണ് കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോൾ പ്രിപ്പയർ ചെയ്യാണ് ചെയ്തേട്ടോ വേറെ ഫുഡ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ വിഷുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിനുവേണ്ടി കുറച്ച് മറ്റേ ബാക്കിലുള്ള ആ സാധനമില്ലേ, അത് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടാനല്ല, അത് വീർപ്പിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. സത്യത്തിൽ എനിക്കറിയില്ലാന്നുള്ളത് എങ്ങനെയും വീർപ്പിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കുഞ്ഞ് കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ കമ്പനിക്കാർ, എൻ്റെ പാരുവിൻ്റെ കമ്പനിക്കാർ. നല്ല ഹാപ്പിയാണ്. മിക്കപ്പോഴും വീട്ടിലുണ്ടാവും. നല്ല രസമാണ് കേട്ടോ.